സുധിച്ചേട്ടൻ്റെ പേരിൽ ഫെമിലിയാരിറ്റി ആയിട്ട് വന്നാലല്ലോ, സുധിച്ചേട്ടൻ്റെ ഭർത്താവല്ലേ. ഇപ്പോഴും ഒരു കാര്യം ചോദിച്ചോട്ടെ, മരിക്കുന്നതിന് മുന്നേ ഞാൻ സുധിച്ചേട്ടൻ ഒരു ദിവസം മുന്നേ ഡിവോഴ്സ് ആയെന്ന് വെച്ചോ, എനിക്ക് ആ പേര് പറയാനുള്ള യോഗ്യത പോലും ഇല്ല. പിടി കിട്ടിയോ ഞാൻ പറഞ്ഞു? മനസ്സിലായി. ആള് മരിക്കുന്നവിടം വരെ അല്ലെങ്കിൽ തലേന്ന് വരെ എൻ്റെ ഭർത്താവായിട്ട് നിയമപരമായിട്ട് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഞാൻ, കുഞ്ഞുങ്ങളുടെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ. സോ എനിക്ക് പിന്നെ പറയാൻ അവകാശമില്ലേ പേര്? ആ ഫെയിമിലൂടെ വന്നാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ദേ ഓടി വന്നിട്ട് നാട്ടുകാരോട് ഞാൻ കൊല്ല സുധിച്ചേട്ടൻ്റെ വൈഫാണ്, വാ വാ, ഇന്ന് ഞാൻ പറയുന്നില്ലല്ലോ ആരോടും. ഈ പറയുന്നവർ തന്നെയാണ് ഇത് പറയുന്നത്. ഞാൻ എന്തായാലും സുധിച്ചേട്ടൻ്റെ പേര് ഫെയിം ആകാനും ഒന്നും ആളല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഒഴുക്കിനനുസരിച്ച് വന്നു. എന്താ പറയുക, നമ്മുടെ ഒരു നെടുന്തൂണായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭർത്താവ്, ഒരു പാർട്ട്ണർ, എന്തുവാട്ടെ, ആൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നൊരു അന്താളിപ്പ് വരും നമുക്ക് ലൈഫിൽ. എനിക്കും അങ്ങനെ വന്നിരുന്നു. സോ അതിനുശേഷം എന്ത് ചെയ്യണം, കാരണം വീടുണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നല്ല ഉടുപ്പുണ്ടായിട്ട് കാര്യമില്ല, വല്ലതും കഴിക്കണ്ടേ, ജോലി തന്നെ വല്ലവരും എത്ര നാൾ കൊണ്ട് തരും.